പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഗസ്റ്റായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കൂട്ടായ്മ തുടങ്ങിയതെന്ന് മാറി ഉൾവാർ സാഹിബും കാലി സാഹിബും ഒക്കെ എന്നെ വന്ന് കണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം, നോർക്കയുടെ പ്രവർത്തനം എങ്ങനെ തുടങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കൂട്ടായ്മയുടെ ഒരു തുടക്കം. അതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകനായിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വിളിച്ചതിന് ശേഷം ആ പ്രസംഗത്തിൽ കിടക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട MP, MLA മാർ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ വിശിഷ്ട വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലം മുമ്പ് ഞാൻ സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റ് ആയിരുന്നപ്പോഴത്തേക്ക് തന്നെ T. അബ്ദുള്ള എന്നാണ് എനിക്ക് കാസർഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹമാണ് എപ്പോഴും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഫയൽ ഫോളോ അപ്പിന് വേണ്ടി അവിടെ എപ്പോഴും വരാറുണ്ട്, കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് എനിക്കിപ്പോഴുള്ളത്. പിന്നെ ഒന്ന്, എൻ്റെ ജനുവരി 12 എൻ്റെ ഉമ്മയുടെ മരണപ്പെട്ടിട്ട് 3 വർഷം തികയുന്ന അങ്ങനെ ഒരു ഓർമ്മ. അങ്ങനെയാണ് ആ ജനുവരി 12-ൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഈ കാസർഗോഡിൻ്റെ കൂട്ടായ്മ നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ളത്, നോർക്ക എന്തൊക്കെ സ്കീമുകൾ, എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു, നടപ്പിലാക്കുന്നു, അത് നമ്മുടെ ഏത് സർക്കാരായിരുന്നാലും നമ്മുടെ അവകാശമാണ്. അപ്പോൾ അതിലെല്ലാവരും പങ്കുചേരാനും നമ്മുടെ ആദ്യം നിങ്ങളുടെ ID കാർഡ് എടുക്കുക. ID കാർഡിന് വേറെ മറ്റൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ 3 കൊല്ലത്തേക്കാണ് ഈ പ്രവാസി ID കാർഡ്. ആ പ്രവാസി ID കാർഡ് നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രവാസിയാണെന്നുള്ളതിനുള്ളൊരു തെളിവായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം നേടാം. 200 രൂപ അംശാദായം അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സാകുമ്പോഴത്തേക്ക് 3000 രൂപ പെൻഷൻ. അത് ഇപ്പോഴും വളരെ ചെറുതായിട്ട് തോന്നും. തീർച്ചയായിട്ടും ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്ക്, ഒരു മീഡിയം ഫാമിലിക്ക് നമുക്കൊരു 3000 രൂപ പെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാണ്. 200 രൂപയേ ഉള്ളൂ. അതും ഓൺലൈനായിട്ടാണ് നമ്മൾ ചേരേണ്ടത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, ഞാൻ നീട്ടുന്നില്ല, സംഘാടകരുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമെങ്കിലും ഒരു ചെറിയ ഡെസ്ക് നമ്മളവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാശിയിലാണ്, കേരള ഹൗസിലാണ് നമ്മുടെ ഓഫീസുള്ളത്. ആ ഓഫീസിൽ ബന്ധപ്പെടുക, എന്നെ നേരിട്ട് വിളിക്കുക. നമ്മുടെ ഗ്രൂപ്പ് വഴി തന്നെ ഒരുപാട് സംശയങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ 40 ആൾ ഉള്ളപ്പോഴത്തേക്ക് അംഗമായ ആളാണ് നോർക്ക ഡെവലപ്മെൻറ്റ് ഓഫീസർ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെല്ലാവരും നമ്മളെ ഒരു സംശയം കാണും. ഇവിടെ ജോലിയുള്ളവരെന്നല്ല, നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ ഇവിടെ കുടുംബത്തോടെ താമസിക്കുന്നവർക്ക് ആ അംഗത്വം നേടണം. ആ അംഗത്വം നേടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രവാസി ക്ഷേമനിധി ബോർഡിൽ ചേരാം. വേറെ ഒരുപാട് സ്കീമുകൾ, സാന്ത്വന സ്കീം, നമുക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകുന്നവർക്കുള്ള സ്കീം, അത്തരത്തിലുള്ള എല്ലാ സ്കീമുകളും നിങ്ങൾ പരിചയപ്പെടണം. norca.roots.org എന്ന് പറയുന്ന ആ സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. അല്ലെങ്കിൽ മക്കളടുത്ത് പറയുക, എന്താണെന്ന് നോക്കുക. ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ മറ്റൊന്നും കിടക്കുന്നില്ല. എല്ലാ ഭാവങ്ങളും എന്ന് വെച്ചാൽ ഈ 3 മാസം കൊണ്ട് ഈ 5 മാസമായി ഞാനിവിടെ വന്നു. ഇതിനു മുമ്പ് ഷമീം ഖാൻ ആയിരുന്നു ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ഓഫീസർ. ഞാൻ 5 മാസമായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ, കാസർഗോഡ് ഈ ഉൾവാർ സാഹിബും കാലി സാഹിബും ഒക്കെ എന്തുമാത്രം ഈ സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാളാണ്. എന്താവശ്യത്തിനും ഞാൻ ഇതിൻ്റെ അടുത്ത കാലത്ത് നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു മിസ്സിങ് കേസ്, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നതാണ്. ഒരു മിസ്സിങ് കേസ് ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തു. 2 കുട്ടികൾ മൂവാറ്റുപുഴയിൽ നിന്ന്. അതിൻ്റെ ഒരു സ്പീഡപ്പ്, ആളുകളുടെ ആവേശം, ആ ഗ്രൂപ്പിലുള്ളവർ ആ ഗോവയിൽ നിന്ന് അവരെ കണ്ടെത്തുന്നത് വരെ അവർ നിൽക്കാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. അത്തരത്തിൽ ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതാണ്, ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. മിക്കവാറും ഈ ഉൾവാർ സാഹിബിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ മയ്യത്ത് പരിപാലന രംഗത്താണ്. മുംബൈ മുസ്ലിം ജമാഅത്തിലാണ് ഞാൻ ആദ്യം കാണുന്നത്. മുംബൈ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു യോഗത്തിലാണ് ഞാൻ ആദ്യം പങ്കെടുക്കുന്നത്. അതിൽ നിന്നാണ് ഈ കാസർഗോഡ് കൂട്ടായ്മ ഉണ്ടാവാൻ തന്നെ കാരണം. എൻ്റെ പലപ്പോഴും വാശി ഓഫീസിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉൾവാർ സാഹിബ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും ഈ അത്തരത്തിലുള്ള സംഘാടകരുടെ നേതൃത്വം നിങ്ങളുടെ ഈ കൂട്ടായ്മ വൻ വിജയത്തിലെത്തിക്കും. ഭാവിയിലും എല്ലാവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് കരുത്തുണ്ടാവട്ടെ. ആ കൂട്ടായ്മ നിലനിൽക്കട്ടെ. കുടുംബത്തിനും സമൂഹത്തിനും മുംബൈക്കും കാസർഗോഡിനും വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.